ഹലോ എവ്രി വൺ, കെയർമി മം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേബി സോപ്പിനെ കുറിച്ചാണ്. അതായത് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സോപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അവന് 1 വയസ്സാവുന്നവരെ ഞാൻ സിബാമെഡാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 1 ഇയറിന് ശേഷം മാമ എർത്തിൻ്റെ സോപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഈ 2 സോപ്പ് യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ ചാനലിട്ടിട്ടുണ്ട്. ആവശ്യമായുള്ളവർക്ക് ചാനലിൽ കയറി നോക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പാരൻസ് എപ്പോഴും ഒരുപാട് ചെക്ക് ചെയ്തതിന് ശേഷം, യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും റിവ്യൂസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഓരോ പുതിയ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ സ്കിന്നിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ബേബി സോപ്പുകളാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ബേബി ഡവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ബേബി ഡവ് സോപ്പിൻ്റെ കവറിൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് സെൻസിറ്റീവ് കെയർ ബേബി ബാത്തിങ് ബാർ ആണെന്ന്. കൂടാതെ റിച്ച് മോയ്സ്ചറാണ്, പിന്നെ പാരബിൻസ് ഇല്ല, ഡൈസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 75 ഗ്രാമിൻ്റെ ഈ പാക്കിന് റേറ്റ് വരുന്നത് 62 റുപ്പീസാണ്. അതുപോലെ തന്നെ ഡേറ്റും അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 2026 വരെ നമുക്കത് യൂസ് ചെയ്യാമെന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൽ അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് പെർഫ്യൂം ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ന്യൂ ബോൺ ബേബീസിനൊക്കെ സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ പെർഫ്യൂമും ഡൈയും ഒന്നും ആഡ് ചെയ്യാത്ത സോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവർ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് സോപ്പിൽ നിന്ന്. അതുപോലെ തന്നെ ഡൈ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് കാണാം പ്യുവർ വൈറ്റ് ആണ് ഇതിൻ്റെ സോപ്പിൻ്റെ കളർ വന്നിട്ട്. നമുക്ക് ഈ സോപ്പിൻ്റെ pH ലെവലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സോപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് pH 5.5 ഉള്ളത് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിരുന്ന pH വാല്യൂ എന്ന് പറയുന്നത് 5.5 ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ കുട്ടികളുടെയും സ്കിന്ന് ഒരുപോലെയല്ല, എല്ലാവരെയും വ്യത്യസ്തമായിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അലർജി ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്കിൻ ഇറിറ്റേഷൻസോ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോപ്പ് നിർത്തുക. ഡോക്ടറെ കാണിച്ചിട്ട് ശേഷം ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബേബി ഡവ് സോപ്പിൻ്റെ pH വാല്യൂ 5.5 ആണോ കിട്ടുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ pH ലെവൽ ചെക്ക് ചെയ്യുന്ന പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബേബി ഡവ് സോപ്പിൻ്റെ പ്രത്യേകതയായിട്ട് അവരെടുത്ത് സൂചിപ്പിക്കുന്നത്, ഓൾറെഡി കവറിൽ മെൻഷൻ ചെയ്തേക്കുന്നത് മൈൽഡ് ആൻഡ് മോയ്സ്ചറൈസിങ് ബാത്തിങ് ബാർന്നും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഡെവലപ്ഡ് ഫോർ സെൻസിറ്റീവ് സ്കിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓഫ്താലമോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രിഷ്യൻ ടെസ്റ്റഡ് എന്നും അവർ ഈ സോപ്പിൻ്റെ കവറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബേബി ഡവ് സോപ്പിൻ്റെ കവറിൽ അവർ pH വാല്യൂ ആയിട്ടല്ല മെൻഷൻ ചെയ്തേക്കുന്നത്. അവരതിൽ പറഞ്ഞേക്കുന്നത് pH ന്യൂട്രൽ ഫോർമുല എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. നമുക്കിതിൻ്റെ വാല്യൂ 5.5 ആണോ കിട്ടുന്നതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. ഇവിടെ എനിക്ക് ഈ കാർഡിൽ 5നും 6നും ഇടയിലായിട്ടുള്ളൊരു വാല്യൂ ആണ് നമ്മൾ ഈ സോപ്പിൻ്റെ pH ടെസ്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയിരിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള pH ലെവലാണ് ഈ സോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ മോന് 2 വയസ്സായി. ഞാനിപ്പോൾ ഒരു 1 മന്തായിട്ട് ഇപ്പോൾ ബേബി ഡവ് സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവന് യാതൊരു തരത്തിലുള്ള അലർജിക് പ്രോബ്ലംസ് വന്നിട്ടില്ല, റെഡ്നെസ്സും ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളുടെയും സ്കിൻ ഒരുപോലെയല്ല, നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ട് വേണം അവർക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും.